ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ഇൻ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഏകദേശം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇൻ്റഗ്രേഷനും കാര്യങ്ങളും. പിന്നെ ഈ കൺവേർഷനകത്തുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു റെക്റ്റാങ്കുലർ കോർഡിനേറ്റിൽ നിന്നും എങ്ങനെ സ്ഫെറിക്കലിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കൺവേർഷൻ ഫോർമുലാസൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും നമുക്കൊന്ന് പരിചയപ്പെടാം. A triple integral in spherical coordinates can be evaluated as an iterated integral of the form triple integral over g f of x y z dv. ഒരു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി തന്നിരിക്കുന്നു. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് ഫംഗ്ഷൻ കാണുമ്പോഴേ അറിയാം നിങ്ങൾക്ക് എക്സിലും വൈയിലും ഇസഡിലുമാണ് ഫംഗ്ഷൻ വരുന്നത്. ലിമിറ്റ് എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു ഫംഗ്ഷന് നമ്മൾ സ്ഫെറിക്കലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്ഫെറിക്കലിൻ്റെ കോർഡിനേറ്റ് അറിയാമല്ലോ, റോ തീറ്റ ഫൈ. സിലിണ്ടറിക്കലാകുമ്പോൾ എന്താ വരുന്നത്? സിലിണ്ടറിക്കലാകുമ്പം ആർ തീറ്റ ഇസഡ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അന്നേരം റോ തീറ്റ ഫൈ എന്ന് പറയുന്ന പുതിയ വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എക്സും വൈയും ഇസഡും അതിൻ്റെ കൺവേർഷൻ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. സ്ഫെറിക്കൽ ടു കൺവേർഷൻ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, ഇസഡ് ഈക്വൽ ടു റോ കോസ് ഫൈ. ഇതാണ് കൺവേർഷൻ. ഒരു റെക്റ്റാങ്കുലർ കോർഡിനേറ്റിനെ സ്ഫെറിക്കലിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന എക്സ്പ്രഷനാണ് ഈ 3 കാര്യങ്ങൾ. ഓക്കെ, ഇതിൽ ഡി വി എന്ന് പറയുന്നത് നമ്മൾ സിലിണ്ടറിക്കലിൽ ഡി ഇസഡ് എന്ന് പറയുന്നത് ഡി വി എന്ന് പറയുന്നത് ആർ ഡി ഇസഡ് ഡി ആർ ഡി തീറ്റ എന്നായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഡി വി എന്ന് പറയുന്നത് റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഈ കാര്യം കാണാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, മറന്നു പോകരുത്. അതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ ആയിരുന്നു എങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് റോ സ്ക്വയർ ആണ്. ഓക്കെ, അന്നേരം ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കുക. അന്നേരം ഈ കൺവേർഷനാണ് നമ്മുടെ ഈ ഇൻ്റഗ്രലിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ അപ്രോപ്രിയേറ്റ് ലിമിറ്റ്. അത് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ റോയുടെയും തീറ്റയുടെയും ഫൈയുടെയും ലിമിറ്റ് ആയിരിക്കും വരുന്നത്. അത് സാഹചര്യത്തിനനുസരിച്ച് മാറും, തരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച്. ഇൻറ്റു എഫ് ഓഫ് എക്സിന് പകരം ഈ കൺവേർഷൻ റോ സൈൻ ഫൈ കോസ് തീറ്റ, അതുപോലെ തന്നെ വൈക്ക് പകരം ഇത്, ഇസഡിന് പകരം ഈ സാധനം. ആൻഡ് ഫൈനലി ഡി വി എന്ന് പറയുന്നത് എന്താണ്? റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഇതാണ് കൺവേർഷൻ. അന്നേരം ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യുന്നതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് പ്രധാനപ്പെട്ട ഷേപ്പുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഓരോ ഷേപ്പിൻ്റെ ലിമിറ്റുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ഷേപ്പും ലിമിറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അന്നേരം ആദ്യം ഒരു സ്ഫിയറാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ആ സ്ഫിയറിൻ്റെ റോനോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫൈ എന്താണ്, തീറ്റ എന്താണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് ഒരു സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ സ്ഫിയറിൻ്റെ ഫിഗറിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു റോനോട്ട് റേഡിയസ് ഉള്ളൊരു സ്ഫിയറാണെന്ന് വിചാരിക്കുക. റോനോട്ട് റേഡിയസ് ഉള്ള സ്ഫിയർ. ഓക്കെ, അന്നേരം നമ്മളുടെ സ്ഫെറിക്കൽ കോർഡിനേറ്റിൽ 3 വേരിയബിൾസ് എന്ന് പറയുന്ന റോ തീറ്റ ഫൈ, ഈ 3 വേരിയബിളാണ്. ഇതിൽ റോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ സ്ഫിയറിൻ്റെ കേസാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ റോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്ഫിയറിൻ്റെ റേഡിയസിനെയാണ് റോ എന്ന് ഉദ്ദേശിക്കുന്നത്. അന്നേരം റോയുടെ ലിമിറ്റ് കിട്ടി 0 ടു എന്താണ് ആ റേഡിയസ്, 0 ടു റോ നോട്ട്. ഓക്കെ, ഏകദേശം ഈ ദൂരം. ഓക്കെ, അന്നേരം അതാണ് റോയുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫൈ എന്താണെന്ന് അറിയണം. ഫൈ എന്ന് പറയുന്നത് അതിനകത്ത് ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോസിറ്റീവ് ഇസഡ് ആക്സിസിൽ നിന്നും നെഗറ്റീവ് ഇസഡ് ആക്സിസ് വരെയുള്ള വേരിയേഷനാണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് ഇസഡ് ആക്സിൽ നിന്നും നെഗറ്റീവ് ഇസഡ് ആക്സിസ്. ഇതിപ്പം ഇസഡ് ആക്സിസ് മുകളിൽ കാണുന്നതാണ് ഇസഡ് ആക്സിസ്. ഇവിടെ ഈ സാധനമാണ് വൈ ആക്സിസ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ പോവും. ഇത് ഇസഡ് ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. അന്നേരം ഈ പോസിറ്റീവ് ഇസഡ് ആക്സിസിൽ നിന്നും നെഗറ്റീവ് ഇസഡ് ആക്സിസ് വരെയുള്ളത് ഈ ആംഗിൾ, ഈ വേരിയേഷൻ എത്രയാണോ അതാണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആണ്. പോസിറ്റീവ് ഇസഡ് ആക്സിസ് നെഗറ്റീവ് ഇസഡ് ആക്സിസ് വരെ ഇവിടുന്ന് ഇവിടം വരെ മൊത്തം എത്ര ഡിഗ്രിയാണ് വേരി ചെയ്യുന്നത്? 180 ഡിഗ്രിയാണ്. സംശയമുള്ളവർക്ക് 2 സ്പേസിൽ ഫിഗർ എന്ന് വരച്ച് നോക്കിയാൽ മതി. 2
ടു സ്പേസിൽ ഇങ്ങനെയാണ് ഫിഗർ വരുന്നത് വിചാരിക്കുക. ഓക്കെ, നമ്മളിപ്പം ഇത് ഇസഡ് ആക്സിസ് ആണെന്ന് വിചാരിക്കാം. ഇത് ഏതോ ആക്സിസ് വൈ ആക്സിസ് ആയിക്കോട്ടെ. എന്നാൽ ഇവിടുന്ന് ഇവിടം വരെ മൊത്തം എത്ര ഡിഗ്രിയാണ് വേരി ചെയ്യുന്നത്? 180 ഡിഗ്രി അല്ലേ ഇവിടെ വേരി ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരെ തിരിച്ചൊന്ന് എടുത്ത് നോക്ക്, സംശയമുള്ളവർക്ക് ഇങ്ങനെ എടുത്ത് നോക്കുക. ഇതൊരു ആക്സിസാണ് ഇസഡ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണ്. ഇവിടുന്ന് ഇവിടം വരെ π/2 ആണ്. അങ്ങനെ ഇവിടം വരെ എത്തുമ്പോഴത്തേക്ക് നെഗറ്റീവ് വരെ വരുമ്പോഴത്തേക്ക് പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡ് വരെ ഇവിടുന്ന് ഇവിടം വരെ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. അതാണ് ഫൈ എന്ന് പറയുന്നത്. സ്ഫിയറിൽ ഫൈ വേരി ചെയ്യുന്നത് 0 to π ആണ്. ഇനി തീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ലാറ്ററൽ ഏരിയ ഉണ്ടല്ലോ, ആ കംപ്ലീറ്റ് റൊട്ടേഷനാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പുറം ഭാഗം ഇവിടുന്ന് കറങ്ങി ബാക്ക് വശത്തൂടെ ഇങ്ങനെ വരും. അത് ഈ സാധനത്തിനൊന്ന് കെട്ടിപ്പിടിച്ചാൽ മതി. ഓക്കെ, എത്ര ഡിഗ്രിയാണെന്നുള്ളത് കംപ്ലീറ്റ് ആ ഒരു സർക്കുലർ പോർഷൻ, അതാണ് തീറ്റ എന്ന് പറയുന്നത്. 0 to 2π എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സ്ഫിയറിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ ലിമിറ്റുകളൊക്കെ ഒന്ന് കാണാതെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഫിഗർ വരച്ച് ഫിഗർ വരച്ച് ഇങ്ങനെ ആലോചിച്ച് സമയം കളയണ്ട. ഒന്ന് കാണാതെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ പ്രോബ്ലം വരുമ്പോൾ പെട്ടെന്ന് ലിമിറ്റുകൾ നമുക്ക് ഇട്ട് കൊടുത്ത് എഴുതാൻ പറ്റും. ഓക്കെ, ആലോചിച്ച് സമയം കളയാൻ നിൽക്കേണ്ട. ഓക്കെ, ഇത് വന്ന് ഇത് ഓരോന്നും എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞെന്ന് മാത്രം. മാക്സിമം ഇത് കാണാതെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ കാര്യം നമുക്ക് എക്സാമിനേഷൻ ടൈമൊന്നും കിട്ടത്തില്ല. ഫിഗറൊക്കെ വരച്ച് ഇത് ആലോചിച്ചെടുക്കുമ്പോഴത്തേക്ക്. ഓക്കെ, അന്നേരം ഒരു സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് വരുന്നത് എങ്ങനെയാണ്? ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഇങ്ങനെ ഒരു സാധനം. ഓക്കെ, അതായത് റോ തീറ്റ ഫൈ എന്ന് പറയുന്ന ആ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് സ്ഫിയർ ആണെങ്കിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഓരോ സ്ഫിയറിനും ഓരോ രീതിയാണ്. ഓക്കെ, കംപ്ലീറ്റ് സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ റോയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഫൈ എന്ന് പറയുന്നത് 0 to π, തീറ്റ എന്ന് പറയുന്നത് 0 to 2π. ഈ ഓർഡറിലാണ് പൊതുവേ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആദ്യം റോയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും, പിന്നെ ഫൈൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും, ലാസ്റ്റ് തീറ്റയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇൻറ്റു എഫ് ഓഫ് റോ തീറ്റ ഫൈ ഇൻറ്റു ഡി വി എന്ന് വെച്ചാൽ ഈ സാധനം, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതാണ് ഒരു സ്ഫിയർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് വരുന്ന കേസ് എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ടും ഒരു 3-4 ടൈപ്പ് കൂടി നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഈ സ്ഫിയറിൻ്റെ തന്നെ ഒരു എക്സെപ്ഷണൽ കേസ് ഫസ്റ്റ് ഒക്ടനിൽ മാത്രം വരുന്ന പോർഷൻ, അതാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ലിമിറ്റ് ഓഫ് ദി പോർഷൻ ഓഫ് ദി സ്ഫിയർ ഓഫ് റേഡിയസ് റോ നോട്ട് ദാറ്റ് ലൈസ് ഇൻ ദി ഫസ്റ്റ് ഒക്ടൻറ്റ്. ഒരു ഫസ്റ്റ് ഒക്ടനിൽ മാത്രം, ഒരു കംപ്ലീറ്റ് സ്ഫിയറിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു കംപ്ലീറ്റ് സ്ഫിയറിന് അല്ലെങ്കിൽ ആ 3 ഡയമെൻഷനിലെ ഒരു 8 പാർട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ കിട്ടുന്നതാണ് ഓരോ ഒക്ടൻറ്റുകളെന്ന് പറയുന്നത്. മൊത്തം 8 ഒക്ടൻറ്റുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് ഒക്ടൻ്റ് ആയാലും സെക്കൻഡ് ഒക്ടൻ്റായാലും ഏത് ഒക്ടൻ്റ് എടുത്തു കഴിഞ്ഞാലും ഈ ആംഗിളുകൾക്കൊന്നും വ്യത്യാസം വരില്ല. ഫസ്റ്റ് ഒക്ടൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് വരില്ല, എല്ലാം പോസിറ്റീവ്സ് ആയിരിക്കും. ഓക്കെ, 0 പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും അവിടെ വരുന്നത്, നെഗറ്റീവ്സ് വരത്തില്ല. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഒക്ടൻ്റ് പൊതുവേ ഇൻ്റഗ്രേഷന് യൂസ് ചെയ്യുന്നത്, നെഗറ്റീവ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അന്നേരം ഏതൊരു ഒക്ടൻ്റ് എടുത്തു കഴിഞ്ഞാലും മാക്സിമം അതിൻ്റെ ആ ഒരു റീജിയൻ എൻക്ലോസ് ചെയ്യുന്നത് ഒരു π/2 ഡിഗ്രിയിൽ മാത്രമായിരിക്കും. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ക്വാഡ്രൻ്റ് എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം പോർഷൻ വരുമോ അത്രത്തോളം മാത്രമേ ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ മാക്സിമം ഏരിയ, മാക്സിമം റീജിയൻ അവിടെ എൻക്ലോസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഒരു മാക്സിമം റീജിയൻ വരാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എത്രത്തോളം റീജിയൻ വരുന്നോ അത്രയും റീജിയനെ ഒരു ഫസ്റ്റ് ഒക്ടൻറ്റിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, അതിനപ്പുറത്തോട്ട് വലിയ വിശാലമായ ഒരു ഏരിയ ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ കംപ്ലീറ്റ് സ്ഫിയർ വരയ്ക്കുമ്പോഴത്തേക്ക് മൊത്തത്തിലാണ് സ്ഫിയർ വരുന്നത്. ഇതിനെ ഒരു 8 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന ഒരു പാർട്ട്, ആ ഒരു പാർട്ട് മാക്സിമം ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എത്രത്തോളം വരുമോ അത്രത്തോളം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. ഓക്കെ, അത് പറയാനുള്ള കാര്യം ഇവിടെ ലിമിറ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇവിടെയും ഒരു സ്ഫിയർ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റേഡിയസ് റോ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ആ റോ നോട്ടാണ് റോയുടെ ലിമിറ്റ് എന്ന് പറയുന്നത്, 0 to റോ നോട്ട്. ഫസ്റ്റ് ഒക്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു മാക്സിമം അതിൻ്റെ ആ ഒരു കവറേജ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എത്രത്തോളം റീജിയൻ ഉണ്ടാകുമോ അത്രത്തോളമേ ഒരു ഫസ്റ്റ് ഒക്ടൻറ്റിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അതായത് റോയുടെ ലിമിറ്റായാലും തീറ്റയുടെ ലിമിറ്റായാലും മാക്സിമം 90 ഡിഗ്രിയെ വരത്തുള്ളൂ എന്നർത്ഥം. അതാണ് ഈ പറഞ്ഞത് 0 to π/2, 0 to π/2. ഓക്കെ, അതിൻ്റെ ഒരു ഫിഗറാണ് ആയി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒക്ടൻ്റ് ആകുമ്പോഴേ നമുക്ക് വരയ്ക്കുക എന്ന് പറയുന്നതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഫിഗർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതായത് പോസിറ്റീവ് Z ആക്സിസിൽ നിന്നും ആ ഒരു ഒറിജിൻ വരെ വരത്തുള്ളൂ. ഓക്കെ,
മറ്റേത് പോസിറ്റീവ് ഇസഡ് ആക്സിൽ നിന്ന് നെഗറ്റീവ് ഇസഡ് ആക്സിസ് വരെ വരുന്നു. ഇവിടം വരെ താഴെ വരെ വരുമ്പോഴത്തേക്ക് 180 ഡിഗ്രി ആവും വരുന്നത്. ഇതിൻ്റെ പകുതിയേ വരത്തുള്ളൂ. ഇതിൻ്റെ പകുതി ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇവിടം വരെ എത്ര ഡിഗ്രി വരും? 90 ഡിഗ്രി വരത്തുള്ളൂ. നമ്മൾ 2 സ്പേസിൽ ഇത്രയും വരയ്ക്കുന്ന പോലെ 90 ഡിഗ്രി. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ തീറ്റയുടെ ഡിഗ്രി എന്ന് പറയുന്നത്. തീറ്റ ഡിഗ്രി നേരത്തെ പറഞ്ഞാൽ കംപ്ലീറ്റ് സ്ഫിയർ ആകുമ്പോൾ അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് ഒരു സർക്കുലർ പോർഷനിലങ്ങ് വരുമായിരുന്നു. ഇത് മാക്സിമം ഒരു 90 ഡിഗ്രി ഇതും വരത്തുള്ളൂ. കാര്യം ഫസ്റ്റ് ക്വാർട്ടറിൽ എത്രയാണോ വരുന്നത് ആ ഒരു ഭാഗം മാത്രമേ വരത്തുള്ളൂ. അതും 90 ഡിഗ്രിയാണ് വരുന്നത്. 0 to π/2 ആണ്. അന്നേരം ഫസ്റ്റ് ക്വാർട്ടറിൽ മാത്രമുള്ള സ്ഫിയറിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് വരുന്നത്. റേഡിയസ്, ആ സ്ഫിയറിൻ്റെ റേഡിയസ് എന്താണോ ആ സാധനം തീറ്റയും ഫൈയും ഫിക്സഡ് ആയിരിക്കും. എപ്പോഴും 0 to π/2 0 to π/2 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു ഐസ്ക്രീം ഷേപ്ഡ് കോൺ. ഈ ഐസ്ക്രീം ഷേപ്ഡ് കോൺ നമ്മളിവിടെ ഫോം ചെയ്തെടുക്കുന്നത്, ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു സ്ഫിയറിൽ നിന്നാണ്. ഇപ്പം 3 ഡയമെൻഷനിൽ ഒരു സ്ഫിയർ വരയ്ക്കുന്നു. ഓക്കെ, ആക്സിസ് വരയ്ക്കുന്നില്ല. ആക്സിസ് അറിയാമല്ലോ, ഇസഡ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ആക്സിസ്. ഒരു സ്ഫിയർ, ഇതൊരു സ്ഫിയറാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ സ്ഫിയറിൽ നിന്നാണ് നമ്മൾ ഒരു ഐസ്ക്രീം ഷേപ്ഡ് കോൺ ഫോം ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഒറിജിനിൽ നിന്ന് ഇങ്ങനെ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, എൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതൊരു ഐസ്ക്രീം ഷേപ്ഡ് കോണായി. ബാക്കിയൊക്കെ അങ്ങ് മായ്ച്ച് കളയുക. ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് മായ്ച്ച് കളയുമ്പോഴത്തേക്ക് ആണ്ട് ഇങ്ങനെ വരും. ശരിയല്ലേ? ആക്സിസ് ഈ ഒരു പോർഷൻ വരും. ഓക്കെ, ഇതാണ് ഐസ്ക്രീം ഷേപ്ഡ് കോൺ എന്ന് പറയുന്നത്. അന്നേരം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഓൾറെഡി ഞാൻ വരച്ചിരുന്ന സാധനം എന്താ ഇങ്ങനെയാണ് വരച്ചിരുന്നത്. ഓക്കെ, അന്നേരം ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ കോണിൻ്റെ ഈ ഒരു ലെങ്താണല്ലോ റേഡിയസ് എന്ന് പറയുന്നത്. ഈ ഒരു ആക്സിസ് നോക്കിയാൽ മതി, ഈ ഒരു പോർഷൻ. ഇതെന്ന് പറയുന്നത് നമ്മളുടെ റേഡിയസിൻ്റെ ആ സ്ഫിയറിൻ്റെ റേഡിയസാണ്. ഓക്കെ, അതാണ് ഇവിടെയും റോ നോട്ട്. ഇപ്പോൾ ഒരു ഐസ്ക്രീം ഷേപ്ഡ് കോൺ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു സ്ഫിയറിൽ നിന്നാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ഫിയറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ സ്ഫിയറിൻ്റെ റേഡിയസ് എന്താണോ അതാണ് ഇവിടെ ഈ ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് ഈ റോ നോട്ട് എന്ന് ഐസ്ക്രീം ഷേപ്ഡ് കോണിൽ റോ നോട്ട്, റോയുടെ ലിമിറ്റ് എന്ന് റോ ഈസ് ഈക്വൽ ടു റോ നോട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഈ സ്ഫിയറിൻ്റെ റേഡിയസ് തന്നെയാണ്. അതായത് ഈ ദൂരം, ഞാൻ ഈ ഡാർക്ക് റെഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ദൂരം. ഓക്കെ, അതാണല്ലോ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് തീറ്റ, എന്താണ് ഫൈ എന്നുള്ളത്. ഓക്കെ, തീറ്റയും ഫൈ ഫിഗർ, ഒറിജിനൽ ഫിഗർ നോക്കാം. ഞാൻ ഈ പറഞ്ഞ ഇപ്പം വരച്ച ഫിഗറാണ്, അതിൻ്റെ ഒറിജിനൽ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫൈ നോട്ട് എന്ന് പറയുന്നത് ഫൈയുടെ ലിമിറ്റാണ് ഫൈ നോട്ട് എന്നിവിടെ വിളിക്കുന്നത്. ഇപ്പം ഫൈ നോട്ട് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇസഡ് ആക്സിസിൽ നിന്നും നമ്മൾ എത്ര ഡിഗ്രിയിലാണോ ഈ കോൺ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എത്ര ഡിഗ്രിയിലാണോ ഈ കോൺ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇത്രയും ആംഗിളിലുള്ളൊരു കോണാണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. ഈ ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. അന്നേരം ചിലപ്പം നമുക്ക് ഇക്വേഷനിൽ വോളിയം കണ്ടുപിടിക്കാനായിട്ട് ഫൈ ഈക്വൽ ടു ഫൈ നോട്ട് എന്നായിരിക്കും കോണിൻ്റെ ഇക്വേഷൻ തരുന്നത്. കോണിൻ്റെ ഇക്വേഷൻ ഫൈ ഈക്വൽ ടു ഫൈ നോട്ട് എന്നായിരിക്കും. അന്നേരം മനസ്സിലാക്കാനുള്ളത് ഈ കോൺ ഫൈ ഈസ് ഈക്വൽ ടു π/6 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫൈ ഈക്വൽ ടു π/6 എന്ന് പറയുന്ന കോണാണെന്ന് വിചാരിക്കുക. അന്നേരം കോണിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരുമോ എന്ന് ആലോചിച്ചിരിക്കരുത്. കോണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇസഡ് ആക്സിസിൽ നിന്നും π/6 ഡിഗ്രി ആംഗിളിൽ കട്ട് ചെയ്തെടുക്കുന്ന കോൺ, അതാണ് അവിടെ കോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അന്നേരം ഈ കോണിൻ്റെ എത്ര ഡിഗ്രിയിലാണ് ഈ കോൺ കട്ട് ചെയ്തെടുക്കുന്നത് അതാണ് ഫൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഫൈ നോട്ട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, റോ നോട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മളുടെ റേഡിയസ്, സ്ഫിയറിൻ്റെ റേഡിയസാണ് റോ നോട്ട് എന്ന് പറയുന്നത്. ഇനി തീറ്റ എന്ന് പറയുന്നത് ഈ കോണിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നൊരു സർക്കുലർ പോർഷനാണല്ലോ. ആ സർക്കുലർ പോർഷൻ, ആ റൊട്ടേഷനാണ് തീറ്റ എന്ന് പറയുന്നത്. ഈ സാധനം. ഓക്കെ, ഈ മുകളിലത്തെ ഈ സർക്കുലർ പോർഷൻ 360 ഡിഗ്രി. ഓക്കെ, ഇതാണ് ഒരു കോൺ വന്നു കഴിഞ്ഞാൽ കോണിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അവിടെ കൊടുത്തിട്ടുണ്ട് ഫിഗർ. 5 വേരീസ് ഫ്രം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. 0 to ഫൈ നോട്ട്, തീറ്റ എന്ന് പറയുന്നത് 0 to 2π ആണ്. അന്നേരം ലിമിറ്റ് ഇങ്ങനെ വരും. റോയുടെ ലിമിറ്റ്, ഫൈയുടെ ലിമിറ്റ്, തീറ്റയുടെ ലിമിറ്റ് ഫിക്സഡ് ആണ് 0 to 2π. ബാക്കി പഴയ പോലെ തന്നെ, അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് ഇതേ സ്ഫിയറിൽ നിന്നും 2 കോൺ കട്ട് ചെയ്യുന്നു. അകത്തൊരു ചെറിയ കോൺ, പിന്നൊരു വലിയ കോൺ. ഓക്കെ,
അതായത് 5-1 ഡിഗ്രി ആംഗിളിൽ ഒരു കോൺ കട്ട് ചെയ്യുന്നു, അതാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനൊരു കോൺ ഇവിടെ അകത്ത് കാണാൻ പറ്റും, ചെറിയൊരു കോൺ. പിന്നെ 5-2 ഡിഗ്രി ആംഗിളിൽ മറ്റൊരു കോൺ കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇതാണ് ഷേപ്പ്. ഓക്കെ, ഇത്തരത്തിലുള്ള റീജിയൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. റോഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെയാണ്. ഇതും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു സ്ഫിയറിനകത്ത് നിന്നാണ്. അന്നേരം സ്ഫിയറിൻ്റെ റേഡിയസ് എന്താണോ അതാണ് ഇവിടെ റോഡ് ലിമിറ്റ്, റോ നോട്ട്. ഓക്കെ, അത് ഈ ദൂരമായിരിക്കും, ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരമായിരിക്കും. പിന്നീട് ഫൈഡ ലിമിറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ അകത്തുള്ള കോണുണ്ടല്ല, അകത്തുള്ള കോണിൽ നിന്നും പുറത്തുള്ള കോൺ വരെയുള്ള ഡിഗ്രി എത്രയാണോ ആ വേരിയേഷൻ. ഓക്കെ, അകത്തുള്ള കോണിൻ്റെ നമ്മൾ 5-1 ആംഗിളിലാണ് അകത്തുള്ളൊരു കോൺ കട്ട് ചെയ്തെടുക്കുന്നത്, 5-2 ആംഗിളിലാണ് പുറത്തുള്ള കോൺ കട്ട് ചെയ്തെടുക്കുന്നത്. അന്നേരം ഫൈയുടെ ലിമിറ്റ് 5-1 to 5-2. തീറ്റ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, ഈ സർക്കുലർ പോർഷനാണ്. മൊത്തം അത് എത്ര ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, സർക്കുലർ പോർഷൻ 360 ഡിഗ്രിയാണ്, 2π ആണ്. ഇതാണ് രണ്ട് കോൺസ് വരുമ്പോഴത്തേക്ക് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തുള്ളത്. 0 to റേഡിയസ് റോ നോട്ട്, 5-1 to 5-2 ആൻഡ് 0 to 2π ഫിക്സഡ്, ബാക്കി സെയിം. ഇതാണ് ഒരു സ്ഫിയറിൽ നിന്നും രണ്ട് കോണുകൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന ലിമിറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് ദി സോളിഡ് ഈസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ 2 കോൺസെൻട്രിക് സ്ഫിയേഴ്സ്. ഈ നമ്മൾ കോൺ പറഞ്ഞ അതേപോലെ തന്നെയാണ്, അതായത് കോൺസെൻട്രിക് സ്ഫിയേഴ്സ്, അതായത് ഒരു സ്ഫിയറിനകത്ത് മറ്റൊരു സ്ഫിയർ, ഒരു സ്ഫിയറിനകത്ത് മറ്റൊരു സ്ഫിയർ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ നോക്കുക, ചെറിയ സ്ഫിയർ നിങ്ങൾക്ക് അകത്ത് കാണാൻ പറ്റും, റോ 1 റേഡിയസ് ഉള്ള ഈ കൊച്ചു സ്ഫിയർ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത സ്ഫിയർ റോ 2 റേഡിയസ് ഉള്ള മറ്റൊരു സ്ഫിയർ. ഇവ തമ്മിൽ എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ. ഇത്തരത്തിലൊരു പോർഷനാണ് വരുന്നതെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ രണ്ടെണ്ണം വരുമ്പോഴത്തേക്ക് എപ്പോഴും ഇപ്പോൾ ഒരു സ്ഫിയർ ആണെങ്കിൽ റേഡിയസ് 0 to r റേഡിയസ്, ഒരു കംപ്ലീറ്റ് സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ എത്രയാണോ റേഡിയസ്, റോ നോട്ടാണ് റേഡിയസ്, 0 to റോ നോട്ട്. ഇപ്പോൾ രണ്ട് സ്ഫിയർ ആകുമ്പോഴത്തേക്ക് അതിന് അകത്തെ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് റോ നോട്ടും പുറത്തെ സ്ഫിയറിൻ്റെ റേഡിയസ് റോ 1 ആണെങ്കിൽ ആ റോയുടെ ലിമിറ്റ് എന്ന് വെച്ചാൽ റോ 1 to റോ 2. ഓക്കെ, സ്ഫിയർ ആകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞാണ്, അവിടെ ഫൈയുടെയും തീറ്റയുടെ ലിമിറ്റ് എപ്പോഴും ഫിക്സഡ് ആണ്. ഓക്കെ, എപ്പോഴും ഫിക്സഡ് ആണ്. ഒരു കംപ്ലീറ്റ് സ്ഫിയർ ആണ് വരുന്നതെങ്കിൽ ഫൈയുടെ ലിമിറ്റും തീറ്റയുടെ ലിമിറ്റും ഫിക്സഡ് ആണ്. ഫൈ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അത് ഈ പോസിറ്റീവ് ഇസഡ് ആക്സിസിൽ നിന്നും നെഗറ്റീവ് ഇസഡ് ആക്സിസ് വരെ വേരി ചെയ്യുന്ന ഈ ഒരു ആംഗിൾ, ഇതാണ് ഫൈ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ പുറമേ ഉള്ള ഭാഗം, പുറത്ത് ഒരു ഗോളമാണല്ലോ. ഓക്കെ, മൊത്തം 360 ഡിഗ്രി ആണല്ലോ ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഓക്കെ, അതാണ് തീറ്റയുടെ ലിമിറ്റ് എന്നുള്ളത്. അത് രണ്ടും ഫിക്സഡ് ആണ് ലൈപ്പോഴും. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തുമായിട്ട് റോയുടെ ലിമിറ്റ് റോ 1 to റോ 2 അത് മാത്രമാണ്, ബാക്കി ഫൈയും തീറ്റയും ഫിക്സഡ് ആണ്. ഇതാണ് രണ്ട് സ്ഫിയറുകൾ വരുമ്പോഴത്തേക്ക്, ഒന്നിനകത്ത് മറ്റൊരു സ്ഫിയർ വരുമ്പോഴത്തേക്ക് ചൂസ് ചെയ്യുന്ന ലിമിറ്റിൻ്റെ രീതി എന്ന് പറയുന്നത്. ഫൈനലി ഒരെണ്ണം അത്രേ ഉള്ളെന്ന് തോന്നുന്നു. അന്നേരം ഏകദേശം അത്രയും മതി. വേറെ ഏതോ ഒരെണ്ണം കൂടി ഇതിനകത്ത് ഉള്ളതായിട്ട് എൻ്റെ ഒരു ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു കോണിന് അതധികം ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കണം, ഒരു കോൺ വരുന്നു. ഞാൻ പിന്നീട് പറയാം, പ്രോബ്ലം വരുവാണെങ്കിൽ പറയാം. കോണിന് ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുന്ന കേസ്. ഓക്കെ, ടെക്സ്റ്റിനകത്തുണ്ട്, അതിൻ്റെ പ്രോബ്ലം ഒന്നും ടെക്സ്റ്റിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്തിയില്ല. ഓക്കെ, എനിവേ ഇത്രയെങ്കിലും നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ: യൂസ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ടു ഇവാലുവേറ്റ്. ഒരു ലിമിറ്റ് തന്നിട്ടുണ്ട്, ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഓക്കെ, എക്സാമിനേഷൻ പ്രതീക്ഷിക്കാവുന്ന, ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഏരിയകളാണ് ഇതെല്ലാം. ഓക്കെ, അതുകൊണ്ട് കാര്യമായിട്ട് പഠിച്ചോട്ട് പോവുക. അന്നേരം സ്ഫെറിക്കൽ കോർഡിനേറ്റ് യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ആദ്യം ഈ തന്നിരിക്കുന്ന ലിമിറ്റ് ഏത് ഷേപ്പിന് അല്ലെങ്കിൽ ഏത് ഫിഗറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലിമിറ്റാണ് ഈ തന്നിരിക്കുന്നത് എന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിമിറ്റ് അറിയാം. ഓക്കെ, അന്നേരം ആദ്യം ഫിഗർ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അന്നേരം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ഈ ലിമിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 0 to √4 - x² - y². ഇവിടെ എക്സിൻ്റെയും വൈയുടെയും ടേമിലാണ് കിടക്കുന്നത്. സോ അത് ഇസഡിൻ്റെ ലിമിറ്റാണ്. അന്നേരം അത് ഇസഡിൻ്റെ ലിമിറ്റാണെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. ഇസഡ് ഈക്വൽ ടു
താഴെ വരുന്ന സർഫസ് 0 ആണ്. മുകളിൽ വരുന്ന ഇസഡിൻ്റെ സർഫസ് ഇസഡ് ഈക്വൽ ടു √4 - x² - y². ഇതാണ് തന്നിരിക്കുന്ന സാധനം. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി അങ്ങനെ കണ്ടിട്ട് തോന്നാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ റൂട്ടൊക്കെ വരുമ്പോഴത്തേക്കൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കുക. സ്ക്വയർ ചെയ്യുമ്പോൾ ഇസഡ്² ഈക്വൽ ടു എന്തോ വരും, 4 - x² - y² എന്ന് വരും. ശരിയല്ലേ? ഈ -x² - y² ഒക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുമ്പോൾ എന്തോ വരും, x² + y² + z² ഈക്വൽ ടു 4 എന്ന് വരും. ഇപ്പോൾ ക്ലിയർ ആയല്ലോ ഏതാണെന്നുള്ളത്. അതായത് ഇതൊരു സ്ഫിയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഓക്കെ, സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2 ആണ്. കാര്യം സ്റ്റാൻഡേർഡ് ഫോം x² + y² + z² ഈക്വൽ ടു ρ² എന്നാണ്. ഓക്കെ, ρ² 4, അതായത് റോ ഈക്വൽ ടു 2. റോ മീൻസ് റേഡിയസ് 2 ആണ്. റേഡിയസ് 2 ഉള്ള ഒരു സ്ഫിയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ സാധനം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്ഫിയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, ഈ സ്ഫിയറിന് 2 പാർട്ടുണ്ട്. ഏതൊക്കെയാണ് 2 പാർട്ട്? ഒന്ന് ഇസഡ് ഈക്വൽ ടു +√ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത് 4 - x² - y². 2 റേഡിയസ് ഉള്ള സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും. അതായത് അപ്പർ ഹെമിസ്ഫിയർ എന്ന് പറയും. അപ്പർ ഹെമിസ്ഫിയർ ഇങ്ങനെ വരുന്ന പോർഷൻ. ഓക്കെ, അതാണ് പോസിറ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന് തന്നെ നെഗറ്റീവ് പാർട്ടും വരും. നെഗറ്റീവ് √4 - x² - y². ഇതാണ് ലോവർ പാർട്ട്, ലോവർ ഹെമിസ്ഫിയർ. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ x² + y² + z² ഈക്വൽ ടു 4 എന്ന് പറയുന്ന കംപ്ലീറ്റ് സ്ഫിയർ വരുന്നത്. പക്ഷേ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ലോവർ സർഫസ് എന്ന് പറയുന്നത് ഇതല്ല തന്നിരിക്കുന്നത്. ഇത് ലോവർ സർഫസിനകത്ത് ഇല്ല. ഓക്കെ, പക്ഷേ അപ്പർ സർഫസ് പ്ലസ് ക്വാണ്ടിറ്റി ഇതാണ്. അതായത് അപ്പർ ഹെമിസ്ഫിയർ ഉണ്ട്, പക്ഷേ ലോവർ പാർട്ട് എന്ന് പറയുന്നത് 0 ആണെന്ന് തന്നിരിക്കുന്നത്. അതായത് XY പ്ലെയിനാണ്. അതിനർത്ഥം നമുക്ക് തന്നിരിക്കുന്ന സ്ഫിയറിൻ്റെ പകുതി പാർട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നർത്ഥം. അപ്പർ ഹെമിസ്ഫിയർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അന്നേരം നമ്മളുടെ ഷേപ്പ് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് അപ്പർ ഹെമിസ്ഫിയർ ആണ്. ഇതിൻ്റെ ബേസ് ഭാഗം എന്ന് പറയുന്നത് ഒരു സർക്കുലർ പോർഷൻ ആയിരിക്കും. കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ സ്ഫിയറിനെ നടുക്ക് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു സർക്കുലർ പോർഷൻ ആയിരിക്കുമല്ലോ. ഓക്കെ, ആ സർക്കുലർ പോർഷൻ ആണെന്നുള്ളത് ഈ ലിമിറ്റിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. അത് ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അത് നോക്കണ്ട, നമുക്കല്ലാതെ തന്നെ കണ്ടെത്താം. ഓക്കെ, അന്നേരം നമുക്കിപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഷേപ്പ് എന്താണെന്നുള്ള ഐഡിയ കിട്ടി. ഷേപ്പ് മനസ്സിലായി കഴിഞ്ഞാൽ ലിമിറ്റ് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലിമിറ്റ് സ്ഫെറിക്കൽ കോർഡിനേറ്റിൽ അതിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അതിന് ആദ്യം സ്ഫെറിക്കൽ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് അതിൻ്റെ കൺവേർഷൻസ് എഴുതണം. മാർക്കുണ്ട്. ഓക്കെ, കൺവേർഷൻ എഴുതിയില്ലെങ്കിൽ അതിൻ്റെ മാർക്ക് നഷ്ടപ്പെടുക. കൺവേർഷൻസ് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ എഴുതുക. ഓക്കെ, ഇനി ഇസഡിൻ്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന അപ്പർ സർഫസ് എന്ന് പറയുന്നത് ഈ സാധനവും ലോവർ സർഫസ് എന്ന് പറയുന്നത് ഇസഡ് ഈക്വൽ ടു 0 ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അത്തരത്തിലാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഫിഗർ ഈ രൂപത്തിലായിരിക്കും വരുന്നത്. ഓക്കെ, അന്നേരം ഇത്തരത്തിലൊരു അപ്പർ ഹെമിസ്ഫിയർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. ആദ്യം റോയുടെ ലിമിറ്റ് നമുക്ക് വേണം. റോ എന്ന് വെച്ചാൽ ഈ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. അത് 2 ആണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫൈ എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ വേരിയേഷൻ. ഓക്കെ, മൊത്തം എത്ര ഡിഗ്രി വരും? ഓക്കെ, മൊത്തം എത്ര ഡിഗ്രി വരും? ഓൺലി π/2 90 ഡിഗ്രി മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, കാര്യം പോസിറ്റീവ് Z ആക്സിസിൽ നിന്ന് ആ ആക്സിസ് വരെ തന്നെ ഉള്ളൂ. ഓക്കെ, തൊട്ടടുത്തത് ഫുൾ ഇതായിരുന്നുവെങ്കിൽ പോസിറ്റീവ് Z ആക്സിസ് നെഗറ്റീവ് Z ആക്സിസ് വരെ ഇത്രയും വന്നേനെ. അതായത് 180 ഡിഗ്രി വന്നേനെ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുകൊണ്ട് ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയുന്നില്ല. ഓക്കെ, അപ്പോൾ റോ ഈസ് ഈക്വൽ ടു 2 വരും. അതുപോലെ തന്നെ ഫൈ എന്ന് പറയുന്നത് π/2 ആണ് വരുന്നത്. ഓക്കെ, അത് വന്നത് സംശയമുള്ള ആൾക്കാർ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കാണാത്തവരായിരിക്കും. അത് നോക്കിയാൽ മതി ഇനി ആ ഡൗട്ടുള്ളവർ. ഓക്കെ, ഇനി തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു ഹെമിസ്ഫിയർ ആണല്ലോ. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ പുറം ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഈ ഒരു റൊട്ടേഷൻ. ഓക്കെ, ആ സാധനമാണ് തീറ്റ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ആണ്. ഓക്കെ, അന്നേരം ലിമിറ്റ്സ് എല്ലാം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. റോ 0 to 2, ഫൈ 0 to π/2, തീറ്റ 0 to 2π. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്യുന്നു. റോ ഈക്വൽ ടു 2 എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ്
ഈ കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ അത് കാണിച്ചതാണ്. ഇസഡ് എഴുതുക, അതിനെ സ്ക്വയർ ചെയ്യുക, സ്ക്വയർ ചെയ്തിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് വരും. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റോ സ്ക്വയർ ആണെന്ന് നമ്മളുടെ കൺവേർഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. റോ സ്ക്വയർ ഈക്വൽ ടു 4, ദാറ്റ് മീൻസ് റോ ഈക്വൽ ടു 2. റോയുടെ ലിമിറ്റായി, അതുപോലെ തന്നെ ഫൈയുടെ ലിമിറ്റ്, തീറ്റയുടെ ലിമിറ്റ്. അങ്ങനെയെങ്കിൽ ഈ സ്റ്റെപ്പ് തെറ്റാണ് എഴുതിയിരിക്കുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചോണേ. വോളിയം ഓഫ് ജി എന്നാണ് എഴുതിയിരിക്കുന്നത്. വോളിയം കണ്ടുപിടിക്കാനല്ല ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അതങ്ങ് വെട്ടിക്കളഞ്ഞേക്കണേ. അങ്ങനെയെങ്കിൽ ദെർഫോർ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈസാണ്. ഈസാണ് അങ്ങോട്ട് ആദ്യം എടുത്തെഴുതണം. ഓക്കെ, അതാണ് ലെഫ്റ്റ് സൈഡിൽ വേണ്ടത് LHS ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഈക്വൽ ടു, അതിനെയാണ് നമ്മൾ സ്ഫെറിക്കലിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അന്നേരം സ്ഫെറിക്കലിൽ കിട്ടിയ ലിമിറ്റിൻ്റെ ഓർഡർ ശ്രദ്ധിച്ചോണം. നമ്മൾ ഈ പറയുന്നതാണ് സാധാരണ യൂസ് ചെയ്യുന്ന ഓർഡർ. ആദ്യം തീറ്റയുടെ ലിമിറ്റ്, പിന്നീട് ഫൈയുടെ ലിമിറ്റ്, പിന്നീട് റോയുടെ ലിമിറ്റ്. അതായത് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന റോ, പിന്നെ ഫൈൽ ഇൻ്റഗ്രേഷൻ, ഏറ്റവും ലാസ്റ്റ് തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻറ്റു ലിമിറ്റ് എഴുതി, ഇൻറ്റു ഇനി അടുത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. തന്നിരിക്കുന്നത് ഇസഡ് സ്ക്വയർ ആണ്. ഇസഡ് എന്ന് വെച്ചാൽ എന്താണ്? റോ കോസ് ഫൈ. അന്നേരം അതിൻ്റെ സ്ക്വയർ റോ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ എന്ന് വരും. ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? റോ സ്ക്വയർ ആണ്, അതവിടെ കിടക്കുന്നത്. ഓക്കെ, അന്നേരം റൂട്ട് റോ സ്ക്വയർ എന്ന് വരും. ഇൻറ്റു ഡി സെഡ് ഡി വൈ ഡി എക്സ്. ഈ സാധനത്തിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? അതാണ് ഡി വി എന്ന് പറയുന്നത്. ഓക്കെ, അതിനെങ്ങനെയാണ് ചെയ്യുന്നത്? റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഇത്രയും കൺവേർഷൻസ് അവിടെ കൊടുക്കുക. ഓക്കെ, ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, വേറൊന്നും ഇവിടെ അധികമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ സെഡ് സ്ക്വയറിൻ്റെ വാല്യൂ, റൂട്ട് ആ വാല്യൂ, പിന്നെ ഡി വിയുടെ കൺവേർഷൻ. ഓക്കെ, ഇത്ര കാര്യങ്ങൾ കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. റൂട്ട് റോ സ്ക്വയർ എന്ന് വെച്ചാൽ റോയാണ്. ഇവിടെ റോ സ്ക്വയർ ഉണ്ട്, ഇവിടെ റോ സ്ക്വയർ ഉണ്ട്. അപ്പോൾ റോ റൈസ് ടു 5 വരും. ബാക്കി കോസ് സ്ക്വയർ 5 ഇൻറ്റു സൈൻ 5 ഡി റോ ഡി 5 ഡി തീറ്റ. ക്ലിയർ ആണല്ലോ? അതാണ് ഇതവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് വിത്ത് റെസ്പെക്ട് റോയിലല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. റോയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫൈയുടെ ടേംസിനെ രണ്ടും അങ്ങ് മാറ്റി നിർത്തി. ബാക്കി റോ റൈസ് ടു 5 ആണ്. റോ റൈസ് ടു 5ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? റോ റൈസ് ടു 6 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ഓക്കെ, അതാണ് ഇത് മാറ്റി നിർത്തി റോയുടെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്തു. ലിമിറ്റ് 0 to 2. ഇതിൽ ഈ 6നെ അങ്ങ് പുറത്ത് മാറ്റി, ബാക്കി ലിമിറ്റ്സൊക്കെ ആദ്യത്തെ ടേമുകളെല്ലാം അതുപോലെ തന്നെ എഴുതി. ഇനി റോ റൈസ് ടു 6ന് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കും. അതായത് 2 റൈസ് ടു 6 മൈനസ് 0. 2 റൈസ് 6 എന്ന് വെച്ചാൽ 64 ഇൻറ്റു ഡി 5 ഡി തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 64, ഇവിടെ 6 കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് 32/3 എന്ന് വരും. ലിമിറ്റ് 0 to 2π. ഇനി 5 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 5 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കോസ് 5 അതിന് പവറുണ്ട്. ഓക്കെ, ആ കോസ് 5യുടെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. കോസ് 5യുടെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് 5യുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 5 ആണല്ലേ. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലേ. കോസ് 5യുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 5 ആണല്ലോ. ശരിയാണ്, മൈനസ് സൈൻ 5 ആണ്. അന്നേരം ഇവിടെ എവിടെയോ ഒരു നെഗറ്റീവിൻ്റെ പ്രശ്നമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണേ ഒന്ന്. അന്നേരം റിസൾട്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ ചെയ്തോളും എന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാനത് പറയാം. എഫ് ഓഫ് എക്സ് ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് എക്സ് ആണ് ഇവിടെ വരേണ്ടുള്ളത്. അത് കോസിൻ്റെ ഡെറിവേറ്റീവ് ആണ് കൂടെ വരേണ്ടുള്ളത്. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 5 ആണ്. പക്ഷേ ഇവിടെ സൈൻ 5 മാത്രമേ ഉള്ളൂ. അന്നേരം ഒരു മൈനസ് അതായത് ഇവിടെ കൊടുത്തു, പുറത്തൊരു മൈനസ് കൊടുത്തു. ഓക്കെ, ഇനി എന്തെങ്കിലും ചെയ്യുന്നതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോണം. അന്നേരം മൈനസ് സൈൻ 5. ഓക്കെ, ഇപ്പം എഫ് ഓഫ് എക്സ് ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിലായി. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്തോ വരും? ആ പവറുള്ള ടേമിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക. കോസ് ക്യൂബ് 5 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. കോസ് ക്യൂബ് 5 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ലിമിറ്റ് 0 to π/2. ഓൾറെഡി ഇവിടെ പുറത്തൊരു മൈനസ് ഉണ്ട്, ശ്രദ്ധിച്ചോണം. ഇനി ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ വരും? കോസ് ക്യൂബ് 5 ഡിവൈഡ് ബൈ 3. 3 അങ്ങ് പുറത്ത് മാറ്റുന്നു. 3 പുറത്ത് മാറ്റുമ്പോഴത്തേക്ക് 32/6 എന്ന് വരും. ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പർ ലിമിറ്റ് π/2 കൊടുക്കുന്നു. കോസിന് π/2 കൊടുക്കുമ്പോൾ 0 ആവും. മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴത്തേക്ക് 1 എന്ന് വരും. കോസ് 0 1. അന്നേരം 0 - 1. 0 - 1 എന്താണ്? -1 ആണ്. ആ മൈനസും പുറത്തുള്ള മൈനസ് കൂടെ എന്തോ പ്ലസ് ആകും. ആ സ്റ്റെപ്പ് അവിടെ വിട്ടുപോയി, അത് നിങ്ങൾ എഴുതി ചേർത്തോണം. ബാക്കിയൊക്കെ കറക്റ്റാണ്. ഓക്കെ, അന്നേരം ഇനിയിപ്പോൾ ക്ലിയറായി. ഇപ്പോൾ 32/9 ഇൻറ്റു ബാക്കി ഇൻ്റഗ്രൽ ഡി തീറ്റ ആണ്. ഇൻ്റഗ്രൽ ഡി തീറ്റ എന്ന് വെച്ചാൽ തീറ്റയാണ്. അതിൻ്റെ ലിമിറ്റ് കൊടുക്കുക. അതിന് 2π എന്ന് വരും. 2π ഇൻറ്റു 32/9, അത് 64π ഡിവൈഡ് ബൈ 9 എന്ന് വരും. ഇതാണ് സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ: യൂസ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ടു ഫൈൻഡ് ദി വോളിയം ഓഫ് ദി സോളിഡ് ജി
ബൗണ്ടഡ് above by the sphere x square plus y square plus z square equal to 16 and below by the cone z equal to root of x square plus y square. ഇത് കാണുമ്പം തന്നെ ഏകദേശം ഏതാണ് ഷേപ്പ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. ഓക്കെ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സോളിഡാണ്. ആ സോളിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് യൂസിങ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്. അതിൽ എബോവ് മുകളിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു സ്ഫിയറാണ്. അതിൻ്റെ താഴെ ചേർന്ന് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു കോണാണ്. അതായത് വായിക്കുമ്പം തന്നെ നമുക്ക് ഐഡിയ കിട്ടി കാണും. അതായത് ഞാനത് പറഞ്ഞതുമാണ്. ഐസ്ക്രീം ഷേപ്ഡ് കോൺ എന്ന് പറയും. ഐസ്ക്രീം ഷേപ്ഡ് കോൺ അതായത് നമ്മളുടെ ഒരു സ്ഫിയറിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന ഒരു ഭാഗമാണ് കോണെന്ന് പറയുന്നത്. ഓക്കെ, അതായത് മുകൾ ഭാഗത്ത് സ്ഫിയർ ആയിരിക്കും വരുന്നത്, താഴ്ഭാഗത്ത് ഒരു കോണായിരിക്കും വരുന്നത്. ഏകദേശം ഇത്തരത്തിൽ വരുന്ന ഒരു റീജിയൻ കോൺ, അതിന് മുകളിലായിട്ട് ഐസ്ക്രീം ഷേപ്പിൽ ഇരിക്കുന്ന ഒരു സ്ഫിയറിൻ്റെ പാർട്ട്. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു പോർഷനാണ് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം റെക്റ്റാങ്കുലർ കോർഡിനേറ്റിലാണ് തന്നിരിക്കുന്നത്. അതിന് നമുക്ക് സ്ഫെറിക്കലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അന്നേരം ഇവിടെ സ്ഫിയറിൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 16 ആണ്. അതിൽ നമുക്ക് സ്ഫിയറിൻ്റെ സ്ഫെറിക്കൽ കൺവേർഷൻ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. കാര്യം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് റോ സ്ക്വയർ ആണ്. അന്നേരം റോ സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് വരും ആ സ്ഫിയറിൻ്റെ ഇക്വേഷൻ. അതിൽ നിന്ന് റോ ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. റോ എല്ലായ്പ്പോഴും പോസിറ്റീവാണ്, റേഡിയസ് ആണ്. ഓക്കെ, അന്നേരം ഇതാണ് സ്ഫിയറിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് സ്ഫെറിക്കൽ കമ്പോണൻസ്. റോ ഈക്വൽ ടു 4 എന്ന് വരും. ഇനി അടുത്തത് കോണാണ്. കോൺ എന്ന് പറയുന്നത് ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ കോണ് നമുക്കറിയാം ഒരു ഇപ്പോൾ കിട്ടിയ ഷേപ്പ് ഐസ്ക്രീം ഷേപ്ഡ് കോണാണ്. ഐസ്ക്രീം ഷേപ്ഡ് കോണാകുമ്പോഴത്തേക്ക് അവിടുത്തെ ലിമിറ്റിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് റോയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to എന്താണോ സ്ഫിയറിൻ്റെ റേഡിയസ് അതായിരിക്കും. അപ്പം 4 ആണല്ലോ നമുക്ക് കിട്ടിയത്. അന്നേരം 0 to 4 ആണ് റോയുടെ ലിമിറ്റ്. ഇനി ഫൈ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന കോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോൺ ഇസഡ് ആക്സിസിൽ നിന്നും ആ കോണിൻ്റെ ഫസ്റ്റ് ആ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ അതുവരെയുള്ള ആംഗിൾ എത്രയാണോ അതാണ് ഫൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, എല്ലായ്പ്പോഴും 2π ആയിരിക്കും. ഓക്കെ, അന്നേരം നമുക്കിവിടെ വേണ്ടത് ഈ കോൺ എത്ര ഡിഗ്രി വേരി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ജോലി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കോൺ ഇതാണ്. ഓക്കെ, ഇത്തരത്തിൽ ഒരു കോൺ തന്നു കഴിഞ്ഞാൽ ഈ ഇസഡ് ആക്സിസ്, പോസിറ്റീവ് ഇസഡ് ആക്സിസ്, ഇതാണല്ലോ ഇസഡ് ആക്സിസ്. പോസിറ്റീവ് ഇസഡ് ആക്സിൽ നിന്നും ഇവിടം വരെയുള്ളത്, ഈ കോണിൻ്റെ ഈ ഒരു ബ്രാഞ്ച് വരെയുള്ള ഈ ഒരു ആംഗിൾ, ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് എന്നുള്ളത് കണ്ടെത്തണം. അതാണ് നമ്മളുടെ അടുത്ത ജോലി. അതാണ് ഫൈ എന്ന് പറയുന്ന ലിമിറ്റ്. 0 to ആ കിട്ടുന്ന ആംഗിൾ എത്രയാണോ അതായിരിക്കും ഫൈ. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ബാക്കി പിന്നെ ജോലിയൊന്നുമില്ല, വളരെ ഈസിയാണ്. സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്തങ്ങ് പോയാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി, വളരെ ഈസിയാണ്. ഓക്കെ, അതിന് ആദ്യം നമ്മൾ കൺവേർഷൻ എഴുതണം. അത് എഴുതാൻ മറക്കരുത് ഒരു കാരണവശാലും. പിന്നീട് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് എടുത്തെഴുതിയിട്ട് അതിനെ സ്ഫെറിക്കലിലോട്ടാക്കുന്നു. ഇക്വേഷൻ ഓഫ് ദി സ്ഫിയർ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഫിയറിൽ വരുന്ന റോ ഈസ് ഈക്വൽ ടു 4 ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ആൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി കോണാണ് ഈ തന്നിരിക്കുന്ന സാധനം. ഈ ഇക്വേഷനെ നമ്മളിനി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ആ ഇക്വേഷൻ ഡയറക്റ്റ് ഇസഡിൻ്റെയും എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമ്മളിലുണ്ടല്ലോ, ആ സാധനങ്ങൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫൈ ഈക്വൽ ടു എന്നും പറഞ്ഞ് നമുക്ക് ഒരു ആംഗിൾ കിട്ടും. അതാണ് ഇസഡ് ആക്സിസിൽ നിന്നും ആ കോൺ വരെയുള്ള ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അതുതന്നെയാണ് സ്ഫെറിക്കലിൽ കോണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. സ്ഫെറിക്കലിൽ കോണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എപ്പോഴും ഫൈ ഈസ് ഈക്വൽ ടു ഫൈ നോട്ട് എന്നുള്ള ഫോമിലായിരിക്കും. ഓക്കെ, അതായത് ഫൈ നോട്ട് എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. ഇസഡ് ആക്സിസിൽ നിന്നും ആ കോണിൻ്റെ ആ ബ്രാഞ്ച് വരെയുള്ള ആംഗിൾ എത്രയാണോ അതിനെയാണ് ഫൈ നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അന്നേരം അത് നമുക്ക് കണ്ടെത്താം. അതിന് വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇസഡിന് ഒരു റോ കോസ് ഫൈ എന്ന് കൊടുക്കുന്നു. റൂട്ട് ഓഫ് എക്സിൻ്റെ സ്ക്വയർ പ്ലസ് വൈയുടെ സ്ക്വയർ, അത് ഈ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ, അതാണ്ട് ഒറിജിനൽ ഫിഗറാണ്, ഇങ്ങനെ വരും. ഓക്കെ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഈ രണ്ട് ടേമിനകത്തും റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ എന്ന് പറയുന്ന ടേമുണ്ട് റൂട്ടിനകത്തും, അതങ്ങ് പുറത്തെടുക്കുന്നു. ബാക്കിയുള്ളത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആയി പോകും. ഇപ്പോൾ റൂട്ട് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ റൂട്ടുമാണ്, രണ്ടിനും സ്ക്വയറും ഉണ്ട്. റൂട്ട് അങ്ങ് പോവും, സ്ക്വയറും അങ്ങ് പോവും, ബാക്കി റോ സൈൻ ഫൈ. ഓക്കെ, ഇപ്പോൾ റോ കോസ് ഫൈ ഈക്വൽ ടു റോ സൈൻ ഫൈ എന്ന് കിട്ടിയല്ല. അങ്ങനെയെങ്കിൽ റോ ക്യാൻസലായി പോവും. ബാക്കി അതിൽ നിന്നും
സൈൻ ഫൈ ബൈ കോസ് ഫൈ ഞാൻ അപ്പുറം കൊണ്ടുവന്നു. ഒരു സൈൻ ബൈ കോസ് എന്താ വരും? സൈൻ ബൈ കോസ് ടാൻ എന്ന് വരും, ശരിയല്ലേ? ടാൻ ഫൈ ഈക്വൽ ടു 1 എന്ന് വരുമല്ലോ. ടാൻ ഫൈ ഈക്വൽ ടു 1 ആണെങ്കിൽ ഫൈ എന്തോ കിട്ടും? ഫൈ പൈ ബൈ 4 എന്ന് പറയും. കാരണം ടാൻ പൈ ബൈ 4 ആണല്ലോ 1 എന്ന് പറയുന്നത്. നമ്മുടെ ഫൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും 0-ക്കും 90-ക്കും ഇടയിലായിരിക്കും. ഓക്കെ, അന്നേരം ഫൈ എന്ന് പറയുന്നത് പൈ ബൈ 4 എന്ന് കിട്ടും. അതായത് കോണിൻ്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇസഡ് ആക്സിസിൽ നിന്നും ഈ ഇസഡ് ആക്സിസിൽ നിന്നും കോൺ വരെയുള്ള ഇവിടം വരെയുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് പൈ ബൈ 4 ആണ്. ഓക്കെ, 45 ഡിഗ്രിയാണ്. ഓക്കെ, അന്നേരം കോണിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇപ്പോൾ എല്ലാ ലിമിറ്റും ആയല്ല. റോയുടെ ലിമിറ്റ് 0 to 4, ഫൈയുടെ ലിമിറ്റ് 0 to പൈ ബൈ 4, തീറ്റ ഫിക്സഡ് ആണ് 0 to 2π. ഓക്കെ, ഇത്രയും കാര്യങ്ങളായി. ഇനി അങ്ങനെയെങ്കിൽ നമുക്ക് വോളിയം കണ്ടെത്താൻ പറ്റും. വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. വി ഹാവ് വോളിയം V ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ G dV. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 to റോ നോട്ട്, 0 to ഫൈ നോട്ട്, 0 to 2π ഫിക്സഡ് dV. ഇതിൽ ഓരോന്നിൻ്റെ വാല്യൂ നമ്മളിൽ കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റോ നോട്ട് എന്ന് വെച്ചാൽ റോയുടെ ലിമിറ്റ് 0 to 4, ഫൈ നോട്ട് ഫൈയുടെ ലിമിറ്റ് 0 to പൈ ബൈ 4, ആൻഡ് ഫൈനലി 0 to 2π ഇൻറ്റു dV. കൺവേർഷൻ അവിടെ കൺവേർഷൻ എഴുതാൻ മറന്നു പോകരുത്, തെറ്റിപ്പോവും. റോ സ്ക്വയർ സൈൻ ഫൈ, ഫസ്റ്റ് ഡി റോ, പിന്നീട് ഫൈ, പിന്നീട് തീറ്റ. ക്ലിയർ ആണല്ലോ. ഇനി ആദ്യം നമുക്ക് 0 to 4 ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതെന്ന് പറയുന്നത് റോയുടെ ലിമിറ്റാണ്. വിത്ത് റെസ്പെക്ട് റോയിൽ വാല്യൂറ്റ് ചെയ്യണം. ഒരു സൈൻ ഫൈനെ അങ്ങ് മാറ്റി എടുത്തുക. ബാക്കി റോ സ്ക്വയർ ഉണ്ടല്ലോ, റോ സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്തോ വരും? റോ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്ന് വരും, ശരിയല്ലേ? അതിന് ലിമിറ്റ് കൊടുക്കുന്നു 0 to 4. അതിന് ആ 1/3 അങ്ങെടുത്ത് പുറത്ത് മാറ്റുന്നു. ബാക്കി ആദ്യത്തെ ടേമുകളൊക്കെ അതുപോലെ തന്നെ വരും. റോ ക്യൂബ് ഉണ്ട്, അതിന് 4 ലിമിറ്റ് കൊടുക്കുന്നു, -0 ലിമിറ്റ് കൊടുക്കുന്നു. 4 ക്യൂബ് കൊടുക്കുമ്പോൾ 64 എന്ന് വരും. മൈനസ് ലോവർ ലിമിറ്റ് 0 ആയി പോവും. അന്നേരം 64 സൈൻ ഫൈ ഡി ഫൈ ഡി തീറ്റ എന്ന് വരും. ഓക്കെ, അതിൽ 64നെ കൂടെ ഇങ്ങെടുത്ത് പുറത്ത് മാറ്റുന്നു. 64/3 ഇൻറ്റു ലിമിറ്റ് 0 to 2π. ബാക്കി ഇനി സൈൻ ഫൈ ആണ്. ഫൈയിലല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്? സൈൻ ഫൈ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഫൈ, ലിമിറ്റ് 0 to പൈ ബൈ 4 ഡി തീറ്റ. ഇനി ഡി ഫൈ വേണ്ട, ഇൻ്റഗ്രേറ്റ് ചെയ്തല്ലോ, ഡി തീറ്റ. ദാറ്റ് ആ മൈനസ് കൂടെ അങ്ങെടുത്ത് പുറത്ത് മാറ്റുന്നു. മൈനസ് പുറത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി കോസ് ഫൈ, അതിന് ലിമിറ്റ് കൊടുക്കുന്നു. കോസ് പൈ ബൈ 4 മൈനസ് കോസ് 0 ഇൻറ്റു ഡി തീറ്റ എന്ന് വരും. കോസ് പൈ ബൈ 4 എന്ന് വെച്ചാൽ 1/√2 ആണ്. കോസ് 0 1 ആണ് ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, ഇതും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിനെയും കൂടെ ഇങ്ങെടുത്ത് പുറത്ത് മാറ്റുന്നു. ബാക്കി ഇൻ്റഗ്രൽ ഡി തീറ്റ. എന്താണ് ഇൻ്റഗ്രൽ ഡി തീറ്റ? തീറ്റ എന്ന് വരും 0 to 2π. അന്നേരം അവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2π എന്ന് വരും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. പിന്നെ കാൽക്കുലേഷൻസ് ആണ്. അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഈ സാധനം ഈ 2 എന്ന് പറയുന്ന സാധനം അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, 1 മിനിറ്റ് കൈതട്ടി. ഓക്കെ, അത്ര ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുമല്ലോ. ബാക്കി ചെയ്ത് നോക്കുക. ആൻസർ 64 പൈ ബൈ 3 ഇൻറ്റു 2 മൈനസ് √2 എന്ന് വരും. അതായത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കാൽക്കുലേറ്റ് അടിക്കുന്നതാണ് 39.26 എന്ന് വരും. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന സോളിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് പ്രോബ്ലംസ് മാക്സിമം എഴുതി തന്നെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.